ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും കടുത്ത ഭാഷയിൽ രാഹുലിനെ തള്ളിക്കളയുമ്പോൾ ചിലർ താലോലിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. സമാധാനമായിട്ട് ചോദിക്കാണ്, താങ്കൾ വിവാഹം കഴിച്ചാണോ? ഞാൻ കോൺഗ്രസ് ഒന്നുമല്ല. വിവാഹം കഴിച്ചാണോന്ന് കേട്ടില്ല. വിവാഹം കഴിച്ചാണ്. വിവാഹം കഴിച്ച മകളുണ്ടോ? ഉണ്ട്. താങ്കളൊരു കാര്യം ചെയ്യാം, ഇവരോ രണ്ടുപേരോടും ചോദിക്കാം, ഇതിൽ എന്താണ് ഇതിനകത്ത് ഉള്ളത്. താങ്കൾ ഇവിടെ കിടന്ന് വാദോരാതെ പ്രസംഗിക്കുന്നത് കോൺഗ്രസ്. എന്റെ മകളോ ഭാര്യയോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമോ ഒരു ന്യായം പറഞ്ഞതുകൊണ്ട് അതുമെല്ലാം ശരിയാണൊന്നുമില്ല. അവർക്ക് അവരുടേതായ ന്യായം കാണും, എനിക്ക് എൻ്റെതായ ന്യായം കാണും, ജയകുമാറിൻ്റെതായ ന്യായം കാണും. അല്ലാതെ എൻ്റെ ഭാര്യയോ മകളോ അമ്മയോ ആരെങ്കിലും ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രം ആ അഭിപ്രായങ്ങളെല്ലാം ശരിയാവുമെന്ന് കരുതുന്ന ഒരാളെന്ന് ഞാൻ. ഈ നാട്ടിലൊരു നീതിയുണ്ട്, നിയമമുണ്ട്, അതനുസരിച്ച് ഉള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ ശരിയാവുന്ന അഭിപ്രായങ്ങൾ. സാറേ, ഞാൻ ചോദിക്കുന്നത്, ഈ കോൺഗ്രസ്സുകാർ മാത്രം പറയണതാണോ ശരി? വീട്ടില് സ്വന്തം ഭാര്യയും മക്കളും കൂടെ ഒന്ന് ചോദിച്ചു നോക്കണം. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആരെങ്കിലും പേരിലുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. പിന്നെ ഒരു പറയാനുള്ളത്, സാറിന് അറിയാന്നുള്ളതാണല്ലോ, മറുവശത്ത് 10-12 പേരുണ്ട്. അതിൽപ്പെട്ട മഞ്ചേരി മുഹമ്മദിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതിന്റെ അപ്പുറത്തുള്ളത് ജയകുമാർ, ഞാൻ ഏതെങ്കിലും ഇന്നലെ അടക്കം ഇൻട്രോയിലടക്കം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇടതുപക്ഷത്തിനെതിരെ ഇത്ര ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ അവർ സ്വീകരിച്ചത് കൊണ്ട് ന്യായീകരിക്കലാണോ ശരിയെന്നും, അവർ സ്വീകരിച്ചത് ശരിയായ നിലപാടാണെന്നും നമ്മൾ എവിടെയും ന്യായീകരിച്ചിട്ടില്ല. അവർ അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ തെറ്റ് ചെയ്യാം എന്നാണോ? അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളും തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ന്യായമല്ലെങ്കിൽ പിന്നെ രണ്ട് പാർട്ടി വേണ്ടല്ലോ. അല്ല, അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും പിന്നെ അതൊരു ന്യായമല്ല. നിങ്ങളുടെ കാലത്ത് അഴിമതി കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കാലത്തും അഴിമതി കാണിച്ചു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ കാലത്തും ഇത്തരം വൃത്തികേട് കാണിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളും കാണിക്കുന്നത് എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അത് എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ കാലത്തും എവിടെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എത്ര വേണമെങ്കിലും ഉണ്ട്. പിന്നെ എന്ത് വെച്ച് ന്യായീകരിക്കണം സാറേ? ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ കായിക താരങ്ങള് നമ്മളെ ഗംഗാനദിയിൽ ഒഴുക്കി, അതിലുള്ള പാർട്ടിക്കാരിലെ വന്നിരുന്നുണ്ട് ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആ ബാലകൃഷ്ണൻ മഞ്ചേരി മുഹമ്മദും ഒക്കെ പറഞ്ഞിട്ടപ്പോൾ തൊലി ഉരിഞ്ഞു പോകണം. അതൊക്കെ പറഞ്ഞോട്ടെ, അതൊക്കെ എല്ലാവർക്കും പറയാമല്ലോ. രാഹുല് തെറ്റ് ചെയ്തു, അത് നമുക്ക് അറിയാം സാറേ. പക്ഷെ ഇവര് കാണിക്കുന്നത് അങ്ങേ അറ്റത്ത് നിങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നു പറഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് നിങ്ങൾക്ക് പല ചക്രവും മാറ്റിക്കൊണ്ട് ഈ കോൺഗ്രസിനെ തുളയ്ക്കാന്ന് വെച്ചാൽ ജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുകയല്ലോ സാർ. ജയകുമാർ, ഞാനൊരു കാര്യം ചോട്ടെ, കഴിഞ്ഞ ഈ പൊതുവേദിയിൽ ജയകുമാർ സ്ഥിരമായി വിളിക്കുന്ന ആളാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അത് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തത്? അതിനു മുമ്പ് BJPക്കെതിരെ നിരന്തരമായി ചർച്ച നടത്തിയതിന് BJPയിലെ പൊതുവേദിയിൽ വിളിക്കുന്ന പ്രേക്ഷകർ തന്നെ വലിയ ആക്ഷേപം പറഞ്ഞാണ്. അപ്പോൾ അത് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ്? എന്തായാലും ഈ പ്രധാനപ്പെട്ട 3 പാർട്ടികളല്ലാതെ അപ്പുറത്തെ പാർട്ടികളൊന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് പണം വാങ്ങി ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം വരുമ്പോൾ നിങ്ങൾ പണം വാങ്ങിയിട്ട് ചെയ്യുന്നെന്ന് പറയുന്നത്, അത് ജയകുമാറൊക്കെ സ്ഥിരമായി വിളിച്ച് CPMനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ചർച്ച ചെയ്യുന്ന ആൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. പറഞ്ഞോളൂ പറയട്ടെ, എനിക്ക് ഒരു സെക്കൻഡെങ്കിലും തരണം. അല്ല, താങ്കൾ വിശദമായി തന്നെ പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ പറയാൻ ഇതിപ്പോ അയ്യോ അത് മറന്നും പോയല്ലോ. ഈ പറയാൻ കാരണം എന്താ വെച്ചാല് അത് വിട്ടും പോയി. സാറേ ഈ പറഞ്ഞില്ലേ അല്ലല്ല സാറേ, അല്ല വിട്ടോ തട്ടിക്ക് സമയം തന്നേയില്ലല്ലോ. ഈ രാഹുൽ ഇയാള് ചെയ്തത് തെറ്റാണെങ്കിൽ സാറേ ഇപ്പൊ പറയാമെന്ന് ഓർമ്മയുണ്ട് സാറേ. അത് പൊട്ടി. ഇയാൾ പറഞ്ഞത്, രാഹുൽ പറഞ്ഞത് തെറ്റാണ്. പക്ഷെ ഈ കൊച്ചു ചെയ്തതിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും ഈ കൊച്ചിനെ ന്യായീകരിക്കില്ല. കാരണം വെച്ചാൽ ഇന്നലെ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാം. കൊച്ചു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം, അത് നമ്മുടെ വിഷയമേ അല്ല. പെൺകുട്ടി ചെയ്തത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല. ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണോ ഇല്ലയോ, ഒരു പരാതിക്കാരിയുടെ ശരിതെറ്റുകളെ കുറിച്ച് തൽക്കാലം നമുക്ക് വിചാരണ ചെയ്യേണ്ടതില്ല. അത് കോടതി വിചാരണ ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്തുമ്പോൾ നമുക്കത് പറയാം. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ്, കോൺഗ്രസിന്റെ ഒരു യുവ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാൾ ചെയ്യുമ്പോൾ ചർച്ചയാവും, സ്വാഭാവികമാണ്. എനിക്ക് പറയാൻ കിട്ടില്ല സാറേ, ഇനിയും പറയാൻ കിട്ടില്ല. 10 കൊല്ലം സാറ് പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് ഒരു സെക്കൻഡ് 10 മിനിറ്റ് സാറ് പറയല്ലേ. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ വിട്ടു. രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾ എന്താണ് കാണുന്നത്? ഈ കോൺഗ്രസിൽ ഇപ്പോഴും കടുത്ത രാഹുൽ പക്ഷക്കാരായ ചില നേതാക്കളും ആളുകളും ഒക്കെ ഉണ്ടോ? നമസ്തേ സാർ. നമസ്കാരം സാർ. ഒരു പൊതുപ്രവർത്തകനായ രാഹുൽ ചെയ്ത് വളരെ തെറ്റാണ്. അയാളെ ഒരിക്കലും ന്യായീകരിക്കാനൊക്കത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ഒന്ന് ആലോചിക്കണം. അവർ ഒരു പ്രാവശ്യം ബലാത്സംഗത്തിന് ഇരയാവാം, വീണ്ടും അത് തെറ്റാണ്.
അത് അതിന് ബലാത്സംഗം എന്ന് പറയാനൊക്കത്തില്ല. പിന്നെ പൊതുപ്രവർത്തകനായ രാഹുലിനെ ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷെ എനിക്കറിയാം കോടതി ചെന്നാലും രാഹുലിന് ശിക്ഷ കിട്ടത്തില്ല. കോടതി ഈ തെളിവൊക്കെ നോക്കി രാഹുലിനെ ശിക്ഷിക്കുക പെൺകുട്ടികളെ കുറ്റം തന്നെ പറയത്തുള്ളൂ. അതുകൊണ്ട് അതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ രാജൻ, ഈ ഒരു തവണ ബലാത്സംഗം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കേസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഒരിക്കലും പറയാൻ കഴിയുന്നില്ല. അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു, അവർ വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പെൺകുട്ടി ഇയാളെ സ്നേഹിച്ചതെന്നും ഇവരുമായി ബന്ധത്തിലേർപ്പെട്ടതെന്നും ഒക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്കറിയില്ല അതൊന്നും. പുറത്തു വന്ന തെളിവുകളുമൊക്കെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ്, ഇതുവരെ പുറത്തു വന്ന തെളിവുകളും. അപ്പോൾ അത് താങ്കളുടെ ചോദ്യം അവിടെ അപ്രസക്തമാണ്. പിന്നെ അതൊന്നുമല്ല, ഒരു സ്ത്രീ എത്രയോ കാലം ആളുകളെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തി, നഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി, സാമ്പത്തികമായി ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ പുറത്ത് വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി, തുടർച്ചയായി 1-2 തവണയൊന്നുമല്ല 50-60 ഒക്കെ തവണ ബലാത്സംഗം ചെയ്യുന്ന, അല്ലെങ്കിൽ അന്നെല്ലാം പോയി ഇരയാക്കപ്പെടേണ്ടി വരുന്ന എത്രയോ സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ബലാത്സംഗം നടന്നപ്പോൾ തന്നെ കേസ് കൊടുത്തില്ലെങ്കിൽ അതിനുശേഷമുള്ളതൊന്നും ബലാത്സംഗമല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരാൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെടുന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് അതിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് ശരിയല്ല ശ്രീ രാജൻ. അതുകൂടി ഞാൻ പറയുന്നത് സാർ മനസ്സിലായില്ല. പെൺകുട്ടികളില് മുൻകരുതൽ എടുക്കണമെന്നാ പറഞ്ഞത്. അല്ല, ഈ മുൻകരുതലൊക്കെ എടുക്കണം, പക്ഷെ ഒന്നായി കഴിഞ്ഞ് പിന്നെ പറയുന്നതിനെ ചെയ്ത് പോയി എന്ന് കരുതി അതുകൊണ്ട് അത് തെറ്റാവും എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതെന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ശരി രാജൻ, പെൺകുട്ടികൾ ശരി, അത് താങ്കൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറഞ്ഞത് നല്ല കാര്യം. ഒരിക്കൽ പോലും ബലാത്സംഗത്തിൻ്റെ ആവാതിരിക്കാനുള്ള ജാഗ്രത എപ്പോഴും എല്ലാവരും പാലിക്കേണ്ടതാണ്. പക്ഷേ അക്കടെ എങ്ങനെയൊക്കെ പാലിച്ചാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാനുള്ള സാമൂഹിക സാഹചര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആളുകൾ ഇപ്പോഴും പെൺകുട്ടിയുടെ സ്വഭാവശുദ്ധിയും പെൺകുട്ടിയുടെ വിവാഹഗീതയാണോ എന്നൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് ക്രൈമിനപ്പുറത്തേക്ക്. ശ്രീ രാജനാണ് പാലക്കാട് നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതിൽ പറയാനുള്ളതൊന്നുമില്ല. നമ്മളിപ്പോ ഒരുപാട് PK ശശി ഞങ്ങളുടെ പാലക്കാടുള്ള ആളല്ലേ. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. PK ശശി അങ്ങനെ പെണ്ണ് പീഡനത്തിലൊക്കെ വന്നു. അതിൽ നിന്നിട്ട് ഇവരൊന്നും പാർട്ടി ഒന്നും ചെയ്തില്ലല്ലോ. രണ്ടാമത് ഹലോ, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ അവൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്റെ അടുത്തുള്ള ആളാണ്. അവര് ചെയ്തു പറഞ്ഞ അങ്ങനെ പറയും. അതിന് തെളിവുകളൊക്കെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഇത് മറ്റേ തെളിവൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ PK ശശിയുടെ കാര്യത്തിലെല്ലാം തെളിവ് ഒറിജിനലും ഇതിൽ തെളിവ് ഡ്യൂപ്ലിക്കേറ്റും ഇല്ലേ? ഡ്യൂപ്ലിക്കേറ്റ്. കണ്ണാടി പഞ്ചായത്തിലും ഇവര് ഇതേമാതിരി എത്ര PK ശശി രാജനെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് തെളിവുകളാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ കോടതിയിൽ ഇന്നലെ കൊടുത്തല്ലോ ഒരു മുൻകൂർ ജാമ്യ ഹർജി. ആ ഹർജിയിൽ തന്നെ അയാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളാണെങ്കിൽ നിങ്ങൾ ചാനലുകാര് ഒരു ചാനലുകാരനെ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ അതിന് അവര് ഒരു കേസെടുക്കുമ്പോ അതിനനുസരിച്ച്. ശ്രീ രാജൻ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നു ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ താങ്കൾക്ക് അതിനകത്ത് അത് വ്യാജ തെളിവാണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇവര് 3 മാസം 4 മാസം മുന്നേ നമ്മുടെ ഇവിടെ കണ്ണാട് ഈ പാലക്കാട് ഒരു ക്രൈം നടന്നിരിക്കുന്നത് താങ്കളുടെ പാലക്കാട് വെച്ച് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒന്നും ഇല്ലാത്ത ഇപ്പൊ അങ്ങനെ വന്ന് അത് വന്നുകൂടെ? ഒരാൾ വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരാളുമായി സൗഹൃദത്തിലാവുന്നു, ബന്ധത്തിലാവുന്നു, ഗർഭം ധരിച്ചു കഴിയുമ്പോൾ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർ തമ്മിൽ തെറ്റില്ലേ? ആ പെൺകുട്ടി ഭയങ്കര തരികിടയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് അറിയാതെ താങ്കൾക്ക് എങ്ങനെ അറിയാം? ഒരു സാമാന്യ ഒരു മര്യാദ. ശ്രീരാജൻ, വൃത്തിയോട് പറയരുത്, വൃത്തിയോട് വിളിച്ചു പറയരുത്. അതെങ്ങനെയാണ് വൃത്തിയോട്? താങ്കൾക്ക് എങ്ങനെ അറിയാം? പെൺകുട്ടിയുടെ സ്വഭാവശുദ്ധിയെ കുറിച്ച് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ ഞങ്ങളുടെ മുൻവന്ന തെളിവുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ തരികിടയാണെന്നുള്ള തെളിവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. താങ്കൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കുറിച്ച് ആക്ഷേപം പറയുന്നത്? രാജൻ എന്തിന്റെ അർത്ഥത്തിലാണ് പറയുന്നത്? രാജന്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ രാജന് വൃത്തിയോട് വിളിച്ചു പറയുന്നത്? എന്നും വിളിച്ചു പറയാവുന്നതാണോ? കൈവച്ച രാജൻ, അത് വേണ്ട. ശ്രീ രാജൻ കട്ട് ചെയ്തു. ശ്രീ ശരത്താണ് ബാലരാമപുരത്തുനിന്ന്. ദയവേത് പ്രേക്ഷകർ, നമ്മൾ ചർച്ചയൊക്കെ ചെയ്യാം. ഒരാളെ കുറിച്ച് വേണേ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കേണ്ടവർക്ക് ന്യായീകരിക്കുകയാവും. പക്ഷെ ആ പെൺകുട്ടി മോശക്കാരിയാണെന്നോ മറ്റേതോ പറയേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ തെളിവുണ്ടോ? തെളിവില്ലാതെ ഒരു സ്ത്രീയെക്കുറിച്ച്, പരാതിക്കാരിയെക്കുറിച്ച് ആ മട്ടിൽ സംസാരിക്കുന്നത്, തരികിടയാണെന്നൊക്കെ സംസാരിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. അത് മാന്യതയ്ക്ക് ചേർന്നതല്ല എന്നുകൂടി അറിയിക്കുകയാണ്. ശ്രീ ശരത്താണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശരത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ, അതിനെ എങ്ങനെയാണ് കാണുന്നത്?
എനിക്ക് പറയാനുള്ളത് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിലുണ്ടാവും. ഒരാളെ പേരിൽ ഒരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമായി വരുമ്പോൾ തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. എന്നിരുന്നാലും നിയമം നമ്മൾ കൃത്യമായിട്ടുള്ള നിയമം പാലിക്കപ്പെടുക വേണം. ഇപ്പം പൊതുവെ എന്ത് ഒരു പ്രശ്നം വന്നാൽ ഏറ്റവും കൂടുതൽ നിയമസഹായം കൂടുതൽ കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ്. അതൊരു സത്യമാണ്. പക്ഷേ പുരുഷന്മാരുടെ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ കുറച്ച് മാത്രമേ നിയമസഹായം കിട്ടുന്നുള്ളൂ. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ശരിക്കും അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടല്ലോ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിന്റെ സത്യാവസ്ഥ തെളിയുകയും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും പാർട്ടി ഇതിന് വേണ്ടിയുള്ള നിയമ നടപടി എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ നിയമത്തിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് മുഖപ്രസംഗം പോലും വീക്ഷണത്തിൽ വരുന്നു. ഒടുവിൽ KPCC അധ്യക്ഷൻ തന്നെ അത് തള്ളിപ്പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു. എന്താണ്, കോൺഗ്രസിൽ ഇപ്പോഴും കടുത്ത രാഹുൽ പക്ഷക്കാരുണ്ടോ? വളരെ സങ്കടകരം കിരൺ ബാബു. ഈ ഇത്ര MLA ആയ ഇയാളെ പറയാൻ പറ്റിയ എംബോക്കി ഇതിനൊക്കെ ന്യായീകരിക്കാൻ തൊലിക്കത്തി ദേവകുമാറിന് ഞാൻ വളരെ പ്രശ്നമാക്കുന്ന ചേട്ടനായിരുന്നു. തിരുവനന്തപുരത്തുള്ളി തങ്ങായി കിരൺ ബാബുവിന് പെൺകുട്ടികൾ കേൾക്കുന്നത്. ഞാൻ കേൾക്കുന്നത് ഈ ദേവകുമാറിന് പെൺകുട്ടിയുണ്ടോ? ഈ ദേവകുമാറിന്റെ വീട്ടിലേക്ക് കിരൺ ബാബുവിനെ കേട്ടാൻ ധൈര്യമുണ്ടോ? ഈ ദേവകുമാർ കിരൺ ബാബു ഈ രാഹുൽ മാമൂട്ടെ വിളിക്കാൻ തയ്യാറുണ്ടോ? ഈ ദേവകുമാറിന്റെ ഭാര്യയോ അങ്ങനെ ശ്രീദാസൻ, നമ്മളെ വ്യക്തിപരമായി പറയണ്ട. ഇപ്പൊ ഞാൻ എന്റെ കണക്കാക്കുന്നില്ല. അങ്ങനെ വ്യക്തിപരമായി നമ്മൾ അങ്ങനെ ഈ നമ്മൾ വിഷയത്തിന്റെ മെരിറ്റിൽ പറയും. അല്ലാതെ വീട്ടിലിരിക്കുന്ന ഭാര്യയുണ്ടോ, മകളുണ്ടോ, അച്ഛനുണ്ടോ, ഭാര്യയും മകളുണ്ടോ, അച്ഛനുണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്കൊക്കെ പണ്ടൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അമ്മയും പെങ്ങളും ഇല്ലെന്ന് ചോദിക്കുന്ന പോലെ. അതൊന്നും അല്ല. അമ്മയും പെങ്ങളും ഒക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ കുറ്റം ചെയ്യുന്നതും. അതിനെ നമ്മൾ അങ്ങനെ പറയണ്ട. വീട്ടിലിരിക്കുന്ന ആളുകളെ പറഞ്ഞുള്ളത് വേണ്ട. അല്ല, അത് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ വീട്ടുകാരെ പറഞ്ഞു പറയണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് പോട്ടെ, ഞാനത് ക്ഷമിച്ചു. ഞാനത് അങ്ങനെ അതിന്റെ ആ ഒരു വികാരത്തിലൊന്നും എടുക്കുന്നില്ല. ഞാൻ ഈ പരസ്ത്രീ ബന്ധോ പരപുരുഷ ബന്ധോ പാവല്ല. നമ്മളും പരസ്ത്രീ ബന്ധമുള്ള ആരെന്നെയായിരുന്നു ഒരു കാലത്ത്. ഒന്നും പറയാം. എങ്കിൽ പോയി ഞാൻ പോയിക്കട്ടെ, ഇതുപോലത്തെ ഒരു അധമന ഏത് ഈ കോൺഗ്രസ് ഇനിയും തന്നെ നിലനിൽക്കണമെങ്കിൽ AICCക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ ആദ്യമായി ഡിസ്മിസ് ചെയ്യണം കോൺഗ്രസ് എന്ന്. ഇയാൾ ഈ ക്ഷേത്രത്തിലൊക്കെ 4, 5, 8, 10 കൊല്ലങ്ങളെ സ്ഥാപിക്കുക, എന്നിട്ട് ഗർഭചിത്രം നടത്തിക്കുക, പിന്നെ കൊന്നിട്ട് ഇയാൾ പിന്നെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല കണ്ണടയും പറ്റി നടക്കുക, ഒരു ഉളുപ്പുമില്ലാണ്ട്. ഞാൻ ഇതിങ്ങനെ ശോഭിച്ചിട്ടില്ല കിരൺ ബാബു. ഇവനെയൊക്കെ ന്യായീകരിക്കുന്ന നിങ്ങൾ മനസ്സെന്നാണ് ഇരിക്കുന്നത്. പിന്നെ ഇയാൾ ചോദിക്കട്ടെ, നമ്മളെ മനുവിനെ കാണുന്നില്ല. നമ്മൾ ഹേതസ്കോപ്പ് ചെയ്യേണ്ടി വരുമോ? മനു എത്തും, അടുത്ത ദിവസം എത്തും, നാളെ എത്തും മനു. മനു ഒരു വീട്ടിലെ ചില അത്യാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലായി ദാസൻ. എനിക്ക് താങ്കളുടെ വികാരം, താങ്കളുടെ സംസാരത്തിന്റെ രീതിയും താങ്കളുടെ ഒരു സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇയാൾക്ക് പോയിട്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ നശിപ്പിക്കണം. 5, 6, 8, 10 ഉള്ളു. എന്നിട്ട് പിന്നെ ഇയാൾ നല്ല വെള്ളയും പള്ളിയിട്ട് നാട് നടക്കുന്ന നടത്താം രാഷ്ട്രീയ നേതാവായിട്ട്. ഒരു ഉളുപ്പില്ലാണ്ട് മതി കിരൺ ബാബു. ശരി, ഓക്കെ. ശ്രീ ദാസന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീദാസൻ.